തുടങ്ങി. സേലിപ്പോൾ കഴിഞ്ഞുള്ളൂ. ആന്ധ്രയിലേക്ക് കയറി. മല കണ്ട നമ്മൾ രാവിലെ കൊണ്ടിരിക്കുന്ന ആരും അവിടെ കിടന്ന് ആരും എണീച്ചിട്ടില്ല. 5 മണിയൊക്കെ എണീച്ചിരിക്കണ സമയം 6:03. ഭയങ്കര തണുപ്പാണ്. രാത്രിയൊക്കെ വരക്കട്ട തണുപ്പായിരുന്നു. ഇതെന്താ ജലം തുരങ്കൊന്നും ഉണ്ടായിട്ടില്ല. ഒരു ചെറിയ അണ്ടർപാസ്. എനിക്ക് അണ്ടർപാസ് ഇടാ നല്ലത്. നീ പൊക്കത്തേക്കൂടെ പണിയണേ. അണ്ടറേക്കൂടെ പണിയാൻ പോലില്ല. നല്ല കുറച്ച് മുമ്പ് കൃഷിയൊക്കെ ഉണ്ടായി. ഇവിടെ കപ്പ കൃഷി, വാഴ, തെങ്ങ് ആണ് കൃഷിയാണ് ഇവിടെ ഫുള്ള് കൃഷി. ട്രാക്ക് മാറി 3 വലിയ സ്റ്റേഷൻ ഉണ്ടാവും ഇവിടെ. ഇതുണ്ട ഫുള്ള് കൃഷിയാട്ട. ഫുള്ളെന്ന് വെച്ചാൽ റെഡ് സ്റ്റേഷൻ തിരുപ്പാടി നോക്കട്ടെ. ഇത് സ്റ്റേഷൻ പണിയാണുള്ളൂ കേട്ടോ. സിമെൻറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ആരും അധികം വരാത്തതാണ് തോന്നുന്നത്. സ്റ്റേഷൻ തിരുപ്പതി കഴിഞ്ഞ തുടങ്ങണതിന് മുന്നേ സ്റ്റേഷൻ തീർന്നിട്ടാ. വേണ്ടതേ തെങ്ങ് ചുറ്റും നട്ട് കൃഷി ചെയ്യണ്. തെങ്ങിൻ്റെ കൃഷി, തെങ്ങ് കൃഷി, വലിയ തെങ്ങ് കൃഷി. അതിനിടയിൽക്കൂടെ ചെറിയ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പുറത്തൊക്കെ അപ്പുറത്തെ കറക്റ്റ് നട്ടത് ഇവിടെയായിട്ടാണ് കറക്റ്റ് വരുന്നത്. അതിൻ്റെ അപ്പോൾ ഞാൻ നല്ലൊരു വ്യൂ വരുമ്പോൾ കാണിച്ചു ട്രെയിൻ. അപ്പം പല്ലിച്ച് ഞാനൊക്കെ തിരിച്ചു കഴിഞ്ഞ് ഇതാ നമ്മുടെ ട്രെയിൻ പൊക്കോണ്ടിരിക്കുന്നു. സേലം കഴിഞ്ഞ് അടുത്ത ഒരു ജംഗ്ഷനാണ്. എല്ലാ ജംഗ്ഷനാണ്. സൂക്ഷിക്കണം ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾ. കാരണം തെറിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ ബോഡി അത്രയും എടുത്ത് വെട്ടിയിലാക്കാം. കാരണം ഞാൻ ഇതിലൊന്നും പിടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് ബാലൻസിൽ ഞാൻ നിൽക്കുവാണ്. അപ്പം ഇങ്ങനത്തെ വീഡിയോ എടുക്കുന്നത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ സൂക്ഷിച്ചൊക്കെ എടുക്കാൻ നോക്കുക. എന്തെങ്കിലും പറ്റും. കാരണം ഇതുവരെ അപകടമാണ്. ഇങ്ങനെ ട്രെയിനിൽ നിൽക്കാൻ പാടില്ല. നമ്മൾ കണ്ടത് ചോളക്കൃഷി ഗൈസ്. ചോളം വേണ്ട ഫുൾ ചോളപ്പാടം. മല വന്യജീവികളൊക്കെ ഉണ്ടാവും, മരങ്ങന്മാരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിന് ഞാൻ പുറത്തിറങ്ങിയെടുത്താണ് കണ്ടത് ഫുള്ള് ചോളം. ഇനി നല്ലൊരു വ്യൂ വരുവാണെങ്കിൽ നിങ്ങളൊക്കെ എന്നെ കാണിച്ചു തരാം. നമ്മൾ ജോലാപ്പേട്ടയിൽ വന്നിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം ഗൈസ്. ജോലാപ്പേട്ട ജോലാപ്പേട്ട രണ്ടാമത്തെ വിൻഡോ നമ്മുടെയാണ്. കണ്ടു ഇവരൊക്കെ അവിടെ ഇരിക്കണ്. ആരും എണീച്ചിട്ടില്ല. ജോലാപ്പേട്ട സന്യാസി പോകുന്നു. ജോലാപ്പേട്ട ഗൈസ് എവിടെ? ജോലാപ്പേട്ട സ്റ്റേഷനിൽ നമ്മൾ നമ്മുടെ ട്രെയിൻ നിർത്തിയേക്കാണ്. സ്റ്റോപ്പാണ്. അപ്പോൾ ഇതാണ് ജോലാപ്പേട്ട സ്റ്റേഷൻ. തമിഴ്നാടാണ്. ആന്ധ്രയിലേക്ക് കയറിയിട്ടില്ല. സോറി. നമ്മളെ എല്ലാവരും വന്നിട്ടുണ്ട്. എല്ലാവരും വന്ന് എണീച്ച് നമ്മൾ 8 പേര് സീറ്റിലിരിക്കുന്നു. ഇനി നമ്മൾ ഫുഡ് കഴിക്കാനുള്ള പ്ലാനിങ്ങിലാണ് അല്ലേ? പ്ലാനിങ്ങിലാണ്. ഞാൻ വീഡിയോ എടുക്കണതിന്റെ തൊട്ട് മുമ്പ് ഒരു മറ്റേ കാർഗോ പോയി. JCBന്റെ കാർഗോ കാഴ്ച കണ്ടോ ഗൈസ്? ഇതിനെ ഒട്ടകമായി എന്നാണ് ഇവിടെ പറയുന്നത്. നമ്മൾ ഫുഡ് കഴിക്കാൻ തുടങ്ങി. പൊറോട്ട, ചിക്കൻ കാല്. അമ്മ
നല്ല ഫുഡാണ്. പിന്നെ ഇന്നലെ കാലത്ത് ജോലിനോട് പറയാൻ പറഞ്ഞു. ആ ജോലിച്ചേട്ടൻ വന്നപ്പോ അവിടെ പറഞ്ഞു നമ്മൾ ഫുഡ് കഴിച്ചോണ്ടിരിക്കണേ. രാവിലത്തെ ഫുഡാണത്. ഇത്ര നേരം ഇവിടെ തുടങ്ങാൻ പോലും വന്നിട്ടില്ല. ഭക്ഷണം കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പൊ ഇതേ നമ്മുടെ ട്രെയിൻ ഇവിടെ അല്ലേ, എന്താ 5-6 മിനിറ്റ് ആയിട്ടാ വയസ്സ് ഇവിടെ പിടിച്ചിട്ടേക്കണ് ഈ ഒരു ട്രെയിൻ പോകാൻ വേണ്ടി. ഈ ട്രെയിൻ പോകാൻ വേണ്ടി ഇവിടെ പിടിച്ചിട്ടേക്കാണ്. നമ്മുടെ ട്രെയിൻ പിടിച്ചിട്ടേക്കുക. ഈ ട്രെയിൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ ട്രെയിൻ എടുക്കും. ഇതിപ്പോ സ്ഥലം ഇവിടെയാണ്, ആന്ധ്രയിലേക്ക് കയറിയിട്ടാണ് കേട്ടോ ഗൈസ്. ഇതേ നമ്മളിപ്പോ വന്നിരിക്കുന്നത് ഗുണ്ടൂര് റെയിൽവേ സ്റ്റേഷൻ, റോസ്മോളി ഇവിടെയാണ് പഠിക്കുന്നത്. എവിടെയായിട്ട് ഗുണ്ടൂരിന്ന് എഴുതിയേക്കുന്ന ഒരു ബോർഡുണ്ട്. പക്ഷെ ഇവിടെ ഭയങ്കര ചൂടാണ്, സഹിക്കാൻ പറ്റൂല. എവിടെ ചൂടൊന്നിട്ട് സഹിക്കാൻ പറ്റില്ല ഗൈസ്. വന്ദേ ഭാരത് പോണ്, വന്ദേ ഭാരത്, വന്ദേ ഭാരത്, വന്ദേ ഭാരത് പോകുന്നു കറക്റ്റ് ടൈമിൽ. ബോർഡും വന്ദേ ഭാരത് നമുക്ക് ഒരുമിച്ചിട്ട് ഗുണ്ടൂർ റെയിൽവേ സ്റ്റേഷൻ. അതിനിടയ്ക്കൂടെ വന്ദേ ഭാരത് പോകണ്ടായിരുന്നു. വന്ദേ ഭാരത് ഇവിടെ സ്റ്റോപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. പയ്യാണല്ലോ പോണേ. ഇന്ത്യൻ റെയിൽവേ വന്ദേ ഭാരത് ഗുണ്ടൂർ. എന്തൊരു ടൈമിംഗ് ആണല്ലേ. റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതും വന്ദേ ഭാരത് കാണാൻ പറ്റി. പക്ഷെ റോസ്മോളിച്ചിനെ ഒക്കെ കാണാൻ പറ്റിയില്ല. നമ്മളിതാ ട്രെയിനിൽ തുറുപ്പ് കളിക്കുന്നു. എന്റെ കൈ കണ്ടു. നമ്മളിവിടെ തെന്നാലി സ്റ്റേഷനെത്തി. തെന്നാലി, നമ്മുടെ തെന്നാലി രാമൻ എന്ന് പറഞ്ഞ കേട്ടിട്ടില്ലേ, തെന്നാലി സ്റ്റേഷൻ. ആന്ധ്രയിലാട്ട കൈസ് നമ്മളിപ്പോഴും. സ്റ്റേറ്റ് ആന്ധ്രാപ്രദേശിലാട്ടോ തെന്നാലി സ്റ്റേഷൻ. തെന്നാലി രാമൻ കഥയിലുള്ള തെന്നാലി സ്റ്റേഷൻ. തെന്നാലി ആന്ധ്രയിൽ എഴുതിയേക്കണല്ലോ. ചുടരിക്കട ഇവിടെ എല്ലാവരും ഇതിൻ്റെ അകത്തുണ്ട്. കാണോ റെയിൽ കണ്ടോ? ഇതിനിടെ കൂടെ ചെറുതായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ. വലിയ നല്ല സ്റ്റേഷൻ വരെയാണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് വിജയവാഡ റെയിൽവേ സ്റ്റേഷൻ. എന്തൊരു സ്റ്റേഷനാണെന്ന് നോക്കിക്കേ, വലിയ സ്റ്റേഷൻ, വലിയ വലിപ്പുള്ള സ്റ്റേഷൻ കേട്ടോ ഗൈസ്. തിരക്കാണ്. അപ്പുറത്താണ് വലിയ സ്റ്റേഷൻ. ട്രെയിൻ നിർത്തി. വാ വിജയവാഡയിലേക്ക് ഇറങ്ങാൻ പോകുന്നു. കാലൊത്തിട്ടില്ല. വിജയവാഡ വിജയവാഡ നമ്മള് ഇതാണ് സ്റ്റേഷൻ. വലിയ സ്റ്റേഷൻ ആട്ടോ ഗൈസ്. അപ്പുറത്ത് വേറൊരു ട്രെയിൻ കിടക്കുന്നു. ഇവിടെ AC-B4. ഓ ഗൈസ് ജോയിനൊക്കെ എവിടെയുണ്ട്? ജോയിപ്പം കിടക്കണേ. നമ്മൾ ഓറഞ്ച് വയ്ക്കാൻ പോകുന്ന ട്രെയിൻ നിർത്തിയിട്ടാണ് നമ്മൾ വിജയവാഡയിലൊരു
എഴുത്ത് തപ്പി ആൾക്കാണ് ഇത്ര നേരിട്ട് വിജയവാഡയിൽ എഴുത്ത് കാണാൻ പറ്റിയിട്ടില്ല. റെയിൽവേ സ്റ്റേഷനാണ്ടാ വിജയവാഡ റെയിൽവേ സ്റ്റേഷൻ ഗായ്സ്. എല്ലാവരും നിൽക്കുന്നുണ്ട് ഇവിടെ. ലുല്ലൊക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് ആപ്പിൾ ഇത് വാങ്ങിച്ചിട്ട് ട്രെയിനിൽ കയറണം. വിജയവാഡ എന്നൊരു എഴുത്തുമില്ല. എന്ത് പറയാനാ, വിജയവാഡ എന്ന് എഴുത്തുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കായിരുന്നു ഗായ്സ്. ഇവിടെ വിൻഡോ നമ്മൾ ക്ലീൻ ചെയ്യാം. വിൻഡോ തൊട്ടതാണ് നിറച്ചും പൊടി ഗായ്സ്. ഒരു വിൻഡോ തൊട്ട് ഇത്ര പൊടി. 10 മിനിറ്റുള്ള സ്റ്റേഷൻ വിജയവാഡ ഗായ്സ്. വിജയവാഡ റെയിൽവേ സ്റ്റേഷൻ. അപ്പുറത്ത് ട്രെയിനുണ്ട്, അധികം പോകണില്ല. എന്നാൽ ട്രെയിനെങ്ങാനും പോയാൽ എല്ലാം പോകും. നമ്മൾ മിസ്സായി പോകട്ടെ ഗായ്സ്. നമ്മളിവിടെ അന്താശ്ശേരി കളിക്കുന്നു. നമ്മൾ തംഷറാജ് കളിക്കുന്നു. പായ പാപ്പി അപ്പച്ച കൊച്ചിനോടോ അമ്മച്ചിയോടോ പാപ്പയ്ക്ക് സ്നേഹം അപ്പച്ചനോട്. ഗൈസ് നമ്മളിപ്പോ നിൽക്കുന്ന റെയിൽവേ സ്റ്റേഷൻ വാറങ്കൽ റെയിൽവേ സ്റ്റേഷൻ. വാറങ്കൽ റെയിൽവേ സ്റ്റേഷൻ. 5 മിനിറ്റാണ് ഇവിടെ സ്റ്റോപ്പ്. വാറങ്കൽ റെയിൽവേ സ്റ്റേഷൻ നല്ല വലിയ റെയിൽവേ സ്റ്റേഷനാണ്. നമ്മളിനി കിടക്കാൻ പോവാട്ടോ ഗൈസ്. നമ്മളിനി കിടക്കാൻ സമയം രാത്രിയായി. ഇനി നമുക്ക് കിടക്കണം. അപ്പോൾ ഇനി കിടക്കുമ്പോൾ കാണിക്കും. നമ്മൾ കിടക്കാൻ പോയി. ആയതും കിടന്നിട്ടില്ല. ഇങ്ങോട്ടേക്കൊക്കെ വെട്ടമുണ്ട്. കിടക്കാൻ പോകുന്നു. രാത്രിയായി. ഇനി ഉറങ്ങണം. ബെഡൊക്കെ വിരിച്ച് തലോണൊക്കെ വിരിച്ച് ഇത് രണ്ടേരും ഫോണിന് താഴെ കയറി സെറ്റ്. ഡേറ്റ് കൊണ്ട് ഇവിടെ തീരുവാണ്. ഇനി നാളെ രാവിലെ ഡേ 3 മൂന്നാമത്തെ ദിവസം ഞായറാഴ്ച. നാളെ രാത്രി ട്രെയിനിൽ കഴിഞ്ഞ് മറ്റന്നാൾ രാവിലെ നമ്മളെത്തുള്ളൂ. തണുപ്പെന്ന് വെച്ചാൽ ഭയങ്കര ചിന്തിക്കാൻ പറ്റില്ല. ഡേസിൽ പൊന്നപ്പോൾ ഇതൊക്കെ കുത്തിക്കിറ്റിച്ചാണ്. ഭയങ്കര തണുപ്പാണ്. ഒന്നും പറയാനോ ഒടുക്കത്തെ തണുപ്പ്. ഇനി നാളെ രാവിലെ കാണാം ഡേ 3 വീഡിയോ. ബൈ, ഗുഡ് നൈറ്റ്.